ഇത് ഓവൻ റോറിൻ്റെ സിഗ്മ എന്ന് പറഞ്ഞ മോഡൽ ബൈക്കാണ്. ഇത് 5000 കിലോമീറ്റർ കഴിഞ്ഞു. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് 5000 കിലോമീറ്റർ കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച കൊണ്ട് ഇത് സർവീസിന് കൊടുത്തു. ഇനി 3 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഞാൻ അവിടെ പോയി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സർവീസ് കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഞാൻ നോട്ടിഫൈസ് ചെയ്ത 2-3 ഇഷ്യൂസ് ഉണ്ട്. ഒന്ന്, ചാർജ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% ആയാലും ഇത് കട്ട് ഓഫ് ആവില്ലായിരുന്നു. ഇതിൻ്റെ ചാർജ് അറിയുന്ന കട്ട് ഓഫ് ആവാതെ ചാർജ് എടുത്തുകൊണ്ടേയിരിക്കും. അത് ഞാൻ ഒരെണ്ണം നോട്ടീസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ എക്കണോമിക് മോഡ് ഇട്ടാണ് ഞാൻ പോകാറ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ചില നേരത്ത് 45-ൽ കട്ട് ഓഫ് ആവും. അതായത് നമ്മൾ ത്രോട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്പീഡിൻ്റെ ഫ്ലോ വന്നിട്ട് 45 കട്ടാവും. എന്നാൽ ചില നേരത്ത് അത് 40-ലേ കട്ടാവും. ഈ 2 കംപ്ലൈൻസും പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നേരത്ത് നമ്മൾ മോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും എക്കണോമിക് മോഡ് നമ്മൾ ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കിയിട്ട് നമ്മൾ മോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ അതാകില്ല. 3-4 തവണ ആക്കുമ്പോൾ മാത്രമേ ഇത് ചേഞ്ച് ആവുള്ളൂ. അപ്പോൾ ഇത്രയും കംപ്ലൈൻസാണ് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ജനറൽ സർവീസിനുള്ള എന്തൊക്കെയുണ്ടോ അത് നമുക്കറിയില്ല. ഞാൻ അവരോട് ചോദിച്ചിട്ടും ആ ജനറൽ സർവീസ് ഫുള്ള് ചെക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് എനിക്ക് വണ്ടി 3 ദിവസം കഴിഞ്ഞ്, അതായത് ഇന്നലെ ശനിയാഴ്ചയാണ് വണ്ടി കിട്ടിയത്. പക്ഷേ ഇവർ വേറെ ഒന്നും ചെയ്തതായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. കാരണം അവർ ചെക്ക് ചെയ്തെന്ന് പറയും, ചിലപ്പോൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് വാഷ് ചെയ്യുകയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ സർവീസ് ചാർജ് അവരെടുത്തിട്ടുണ്ട്. അവരൊരു ലൂബ് ചെയ്തതിനും, ലൂബെന്ന് പറഞ്ഞാൽ ഒരു ക്യാനിൽ എടുത്ത് അതിൻ്റെ ബെൽറ്റിൽ ഒരു കുറച്ച് ഭാഗം അടിച്ചിട്ട് അതിന് 200 സംതിങ് ആണ് ചാർജ് ഈടാക്കുന്നത്. ജനറൽ സർവീസിന് 600 സംതിങ് ആണ്. ഇവർക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഇതുമില്ല. നമുക്ക് വാറണ്ടിയിലുള്ള ടൈമിന് ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യമില്ല. അവർ ആ ചെക്കിങ്ങിനായിരിക്കണം ഇത്രയും ചാർജ് എടുക്കുന്നത്. അല്ലാണ്ട് ക്ലീനിങ്ങോ അങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് എന്തൊക്കെ പൊടിയിരുന്നോ അത്രയും സാധനം തിരിച്ചു വന്നപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കൊരു ഡൗട്ട് തോന്നി, ഇവർ ഈ അഴിച്ചൊക്കെ നോക്കിയോ എന്നൊക്കെ ഉള്ള കാര്യം എനിക്ക് ഡൗട്ട് തോന്നാൻ കാരണം അതാണ്. പിന്നെ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കുമ്പോഴും നോക്കിക്കൊണ്ടിരിപ്പുണ്ട് എന്നല്ലാതെ പിന്നെ നിവൃത്തിയില്ലാതെയാണ് ഞാൻ പോയത്. അതായത് 2 ദിവസമായിട്ട് വണ്ടി കിട്ടാതെ ആയപ്പോഴാണ് ഞാൻ തന്നെ ഡയറക്റ്റ് അങ്ങ് പോവുമായിരുന്നു. ഞാൻ പോയപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വണ്ടി ഓടിച്ച് പുള്ളി വീട്ടിലൊക്കെ കൊണ്ടുപോയി ഓടി എന്നൊക്കെയാണ് പറഞ്ഞത്. ഓടിയിട്ട് തിരിച്ച് കൊണ്ടുവന്നപ്പോഴും ചാർജിലൊക്കെ ഇട്ടപ്പോഴും കട്ട് ഓഫായി എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ഇട്ടിട്ട് എനിക്ക് ആ സെയിം ഇഷ്യൂ വീണ്ടും അതായത് നമ്മളുടെ ഇതിനകത്ത് മീറ്റർ കൺസോളിലെല്ലാം 100% ബാറ്ററി ആയിട്ടുണ്ട്, ആംബിയറും കുറയുന്നുണ്ട് മീറ്ററിൽ ചെക്ക് ചെയ്യുമ്പോൾ. പക്ഷേ ഇത് കട്ട് ഓഫ് ആവുന്നില്ല. അവരുടെ സർവീസിൻ്റെ കേസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ വണ്ടിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. നമുക്ക് യൂസ്ഫുള്ളാണ് വണ്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം കറണ്ട് ചാർജും ആവില്ല. എന്നാൽ നല്ല കംഫർട്ടുമാണ്. നമുക്ക് എത്ര ദൂരം വേണോ ഓടാം. ഈ 3 മാസം കൊണ്ടാണ് 5000 കിലോമീറ്റർ ആയത്. നമ്മൾ പെട്രോൾ വണ്ടി ആയാൽ പോലും നമുക്ക് മടിയായിരിക്കും ദൂരോട്ടൊക്കെ പോകാനും ഇതൊക്കെ. പക്ഷേ ഇത് നല്ല കംഫർട്ടാണ്. ചാർജിങ്ങൊക്കെ പെട്ടെന്നാവുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ സർവീസ് വന്നിട്ടായത്. പിന്നെ ഞാൻ പിന്നീട് അല്ലാതെ ഈ ബോഡിക്ക് വലിയ ഷാക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അധികം റെഫ്യൂസ് ചെയ്യാറില്ല. നല്ല റോഡിൽ മാത്രമാണ് ഞാൻ ഓടാറ്. അതുകൊണ്ട് അങ്ങനെ എനിക്ക് ആ ബോഡി ഷേക്കിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഹൈറ്റ് കുറഞ്ഞ ഒരാൾക്കാണെങ്കിൽ ഈ വണ്ടി ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓടിക്കുമ്പോൾ പ്രശ്നമില്ല, ബാക്കി വണ്ടി എടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. കാലെത്താണ്ടുള്ള ഒരു ഇഷ്യൂസ് വരാറുണ്ട്. അത് ഞാൻ മാത്രമല്ല, ഞാൻ ബാക്കിയുള്ളവർ എൻ്റെ വണ്ടി ഓടിച്ചൊക്കെ നോക്കാൻ കരുതി ഒരുപാട് പേര് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് ഓടിക്കുമ്പോൾ ഈ ഹൈറ്റ് കുറഞ്ഞവർക്ക് കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ വണ്ടി ഓടിക്കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റില്ല, നമുക്കത് ബാലൻസ് ചെയ്ത് പോകും. അല്ലാത്ത പക്ഷം നമുക്കതൊന്ന് എടുത്ത് ഹാൻഡിൽ ചെയ്യാനായിരുന്നാലും എല്ലാം ബുദ്ധിമുട്ടാണ്. വേറെ പ്രത്യേകിച്ച് എനിക്ക് വേറെ ഡാമേജും കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ അവർ സർവീസ് സെൻ്ററുകാർ തന്നെ പറയുന്നുണ്ട് നമ്മൾ പ്രഷർ വാഷ് വെച്ച് ഈ വണ്ടി കഴുകരുത്, വാഷ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. കാരണം ഇതിനകത്തൊക്കെ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്യൂ ആവുമെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓസിട്ടൊക്കെ കഴുകുന്നതിന് ഇഷ്യൂ ഇല്ല. ഞാനും സാധാരണ ഓസിട്ടാണ് കഴുകുന്നത്. പക്ഷേ സർവീസ് സെൻ്ററുകാർ ഇന്നലെ റെക്കമെൻഡ് ചെയ്തത് നമ്മൾ ബക്കറ്റിൽ വെള്ളം എടുത്ത് ജസ്റ്റ് വൈപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. വണ്ടി വാഷ് ചെയ്യുമ്പോൾ പ്രഷർ ഗണ്ണ് ഉപയോഗിച്ച് വാഷ് ചെയ്യാൻ കരുതി അവർ പ്രിഫർ ചെയ്യുന്നില്ല. നമ്മൾ വാഷ് ചെയ്യണമെന്ന സെൻറ്ററിലും കൊടുത്ത് വാഷ് ചെയ്യാൻ കരുതി അവർ പ്രിഫർ ചെയ്യുന്നില്ല. അവർ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫോം വാഷ്, അതായത് ഫോം കൊണ്ട് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആക്കുക. അതിനുശേഷം നമ്മളെ ബക്കറ്റിൽ വെള്ളം എടുത്ത് ജസ്റ്റ് മോപ്പ് ചെയ്തെടുക്കുക. അത് മാത്രമാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്.
അല്ലെങ്കിൽ ഇതിനകത്ത് വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫൊക്കെ എന്നൊക്കെ ഉള്ളതൊക്കെ കാര്യം തന്നെയാണ്. പക്ഷേ അവർ പോലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് പക്ഷേ ഞാൻ ഇത് മഴയത്തും വെയിലത്തും എല്ലാം ഒരേപോലെ ഓടിയ വണ്ടിയാണ്. എനിക്കങ്ങനെ ഇതിനകത്ത് അങ്ങനെ വേറെ ഇഷ്യൂസോ എററോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യം 2-3 എറർ വന്നിട്ടുണ്ടായിരുന്നു. ആ എറർ അവർ അപ്പോൾ തന്നെ എനിക്ക് ക്ലിയർ ചെയ്ത് തന്നു. പിന്നെ അല്ലാണ്ട് ഒരു തവണ എൻ്റെ കാലിൽ നിന്ന് ചറുക്കി പോകുന്ന സമയത്ത് ഞാൻ സഡനായിട്ട് ബ്രേക്കും ആക്സിലേറ്ററും കൊടുത്തപ്പോൾ ഒരു എറർ അടിച്ചു. പക്ഷേ അത് ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ്. ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് നന്നായിട്ട് സഡനായിട്ട് ബ്രേക്ക് പിടിച്ചപ്പോൾ ഒരു എറർ കോഡ് അടിച്ചു. പക്ഷേ അത് കീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓണാക്കിയപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ലാത്ത ബിൽഡ് ക്വാളിറ്റിയാണ്. കാരണം ഒരു ആക്സിഡൻറ്റ് നടന്നപ്പോൾ നല്ല രീതിയിലുള്ള മണ്ണ് തറയിൽ വന്ന് അടിക്കേണ്ട ഒരു ഇതുണ്ടായി. അന്ന് നല്ല രീതിയിൽ വണ്ടി എന്നെയും പ്രൊട്ടക്റ്റ് ചെയ്തു, വണ്ടിയും പ്രൊട്ടക്റ്റ് ആയിരുന്നു. ആകെ ഫ്രണ്ടിലുള്ള ഈ ഒരു ബാറ് മാത്രമാണ് ജസ്റ്റ് ഒന്ന് വളഞ്ഞത്. പിന്നെ ഈ ഫുഡ് റെസ്റ്റും കുറച്ചൊന്ന് തേഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് വേറെ ഇതിന് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എടുക്കുന്നവർക്ക് ഇതൊരു വർത്തായിട്ടുള്ള വണ്ടിയാണ്. പക്ഷേ ഇതിൻ്റെ സർവീസിനെ പറ്റി വളരെ ഇപ്പോൾ പഴയ എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, വളരെ മോശം അഭിപ്രായമാണ്. ഞാൻ പിന്നെ അവിടെയൊക്കെ നിൽക്കുന്നത് പയ്യന്മാരാണ് നിൽക്കുന്നത്, കൊച്ചു പയ്യന്മാർ. അവരിപ്പോൾ പഠിച്ചിട്ട് വന്നതായിരിക്കാം. അവരും ഇതേ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഭാവിയിൽ അത് ഡെവലപ്പായി വരുമായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാണ്ട് അവരെയിലല്ലാതെ നമുക്ക് പുറത്ത് ഒരിടവും കൊടുക്കാൻ കരുതി നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് വേറെ ആരും ഇത് ലോക്കലി ചെയ്യുന്നില്ല. കാരണം ഇവരുടെ മിക്ക പാർട്സും അവർക്ക് അവിടെ കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. മെയിനായിട്ടുള്ള ഈ കൺട്രോൾ യൂണിറ്റും ഇവരുടെ ഈ സോഫ്റ്റ്വെയർ അപ്ഡേഷനും എല്ലാം ഇവർക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഈ മൊബൈൽ ആപ്പ് എനിക്ക് ഇപ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല. അത് എനിക്ക് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ വേറൊരു ബൈക്കിൽ ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് എനിക്കത് മാപ്പ് ഇടാനായിരുന്നാലും അത് നടപടിയാവുന്ന കാര്യമല്ല. പിന്നെ ആകെ നോക്കാം, നമുക്ക് എവിടെയെങ്കിലും ചാർജ് വെച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് എത്ര ആയെന്നുള്ളത് നമുക്ക് ആ ആപ്പ് വഴി അറിയാൻ പറ്റും. ആ ഒരു ഗുണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളത് എക്സ്ട്രാ എമൗണ്ട് കൊടുത്ത് അത് GPS അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ട് കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് അത്ര വലിയ ആക്യുറേറ്റ് ഒന്നുമല്ല. യൂസ്ഫുള്ള് ചിലവർക്കത് യൂസ്ഫുൾ ആയിരിക്കാം, പക്ഷെ എന്നെ സംബന്ധിച്ച് അത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടില്ല. ആകെ അത് ചാർജ് എത്ര % ആണെന്ന് നമ്മളിപ്പോൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ എവിടെയെങ്കിലും കൊണ്ട് ചാർജ് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതിനകത്തിരുന്ന് മോണിറ്റർ ചെയ്യാം. ഇപ്പോൾ ലുലുവിൽ പോലുള്ളിടത്ത് നമുക്ക് ഈ ചാർജിങ് സോക്കറ്റ് ഉണ്ട്. അവിടെ കൊണ്ടുപോയി ചാർജ് ഇട്ടതിന് ശേഷം നമുക്ക് മേളിലൊക്കെ നിൽക്കുമ്പോൾ എത്ര % ആയെന്ന് നമുക്ക് ഓൺലൈനിൽ അറിയാൻ പറ്റും. ആ ഒരു ഗുണം മാത്രമേ ഞാൻ നോക്കിയിട്ട് കണ്ടോളൂ. അല്ലാതെ ഇതിൽ വേറെ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ സർവീസ് ചെയ്ത് എനിക്ക് ഓടിച്ച് നോക്കിയപ്പം എനിക്ക് സെയിം ഫീലാണ്. കാരണം എനിക്ക് നമ്മൾ സാധാരണ ഒരു ബൈക്ക് നമ്മൾ സർവീസ് സെൻറ്ററിൽ കയറ്റിയിട്ട് നമുക്ക് തിരിച്ചിറക്കുമ്പോൾ ഒരു സ്മൂത്തനിങ്ങും ഒരു ഭയങ്കര ഒരു ഫീൽ നമുക്കുണ്ടാവും, ഒരു ഫ്രഷ്നെസ്. അങ്ങനെ ഒരു ഫീൽ ഉണ്ടായില്ല. ഞാൻ എങ്ങനെയാണോ മുമ്പ് ഓടിച്ചുകൊണ്ടിരുന്നത് അതേ ഫീൽ തന്നെയാണ്. അതൊക്കെ കൊണ്ടാണ് എനിക്കൊരു ഡൗട്ട് തോന്നിയത്, ഇവരെന്താണ് ചെയ്തതെന്നുള്ള ഒരു കാര്യത്തിൽ എനിക്കൊരു ഡൗട്ട് തോന്നിയത്. ഇതൊഴികെ ഈ സർവീസിൻ്റെ സൈഡ് ഒഴികെ ഈ വണ്ടിയെ സംബന്ധിച്ച് 100% എനിക്ക് പറയാൻ പറ്റും. കാരണം അത്രയ്ക്ക് വെർത്താണ്. കാരണം ഈ ഒരു ചുരുങ്ങിയ ദിവസങ്ങളിൽ 5000 കിലോമീറ്റർ ഓടണമെങ്കിൽ നമുക്കത് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടല്ലാത്ത ഒരു വണ്ടിയാണെങ്കിൽ നമുക്ക് ഒരിക്കലും യൂസ് ആവില്ല. അത് മാത്രമല്ല, ഇപ്പം ഇതിൻ്റെ മൈലേജിൻ്റെ കേസാണെങ്കിലും ഇതിൽ വലിയ ഡ്രോപ്പിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ലോങ് ഓടിയിട്ട് ഒരു തവണ 35% ആയി ഞാൻ കൊണ്ട് വണ്ടി വെച്ചായിരുന്നു. അന്ന് ഞാൻ നൈറ്റ് ആയതുകൊണ്ട് വണ്ടി ചാർജ് ചെയ്തിട്ടില്ല. പക്ഷേ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അത് 0% ആയിട്ടാണ് കണ്ടത് ബാറ്ററി. അപ്പോൾ അത് ഞാൻ ഈ സർവീസ് സെൻ്ററുകാരോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ മോഡ് എനേബിൾ ആവുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വരുന്നത്. പക്ഷേ ഞാൻ കരുതി അത് ഫുൾ ചാർജൊന്നും കയറാത്ത ഒരു സ്റ്റേജിലായിരുന്നു. എന്നിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് കുറച്ച് നേരം ചാർജ് കിടക്കട്ടെ എന്ന് വിചാരിച്ച് ചാർജർ കണക്ട് ചെയ്തിട്ടിരുന്നു. ഒരു 10 മിനിറ്റ് അങ്ങനെ ഓണായപ്പോൾ പിന്നീട് ഓണാക്കിയപ്പോൾ ചാർജ് കയറുന്നുണ്ട്. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും നിങ്ങൾ ചാർജർ കണക്ട് ചെയ്തിട്ട് നമ്മളിത് ഓണാക്കി നോക്കല്ലേ, ഡിസ്പ്ലേ ഓണാക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചാർജ് പിന്നീട് അത് നമ്മൾ ഓഫ് ചെയ്തെന്നാൽ പിന്നെ ചാർജ് കയറില്ല. നമ്മളിത് പിന്നീട് നമ്മളതിന്ന് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കും. ഇവരുടെ ഒരു ചാർജറിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്കാണ്, നമ്മൾ വെറുതെ ചാർജർ കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം റിട്ടേൺ ഇറങ്ങിപ്പോവും. ബാക്കിയുള്ള വണ്ടികളുടെ ഇലക്ട്രിക് വണ്ടികളുടെ ചാർജർ പോലെ അല്ല. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ട്രാൻസ്ഫോമർ അങ്ങനെ എന്തോ ഉള്ള ഒരു ടൈപ്പ് ചാർജറാണ്. കാരണം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ആവണം. ഇത് റിട്ടേൺ ബ്ലോക്കിങ് അങ്ങനെയൊന്നും ഉള്ളതല്ല, റിട്ടേൺ ചാർജ് ഇറങ്ങിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ട് എത്ര % ആയെന്ന് ഒരു കാരണവശാലും നിങ്ങൾ ഓണാക്കി നോക്കരുത്. ഓണാക്കി നോക്കുകയാണെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ലെഡിൽ നിന്ന്, കാരണം ഇത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു ഇൻഡിക്കേഷൻ വരും. അപ്പോൾ അത്
കണക്ട് ചെയ്തിരുന്നിട്ട് നമ്മൾ ഓണാക്കി നോക്കുകയാണെങ്കിൽ പിന്നീട് അത് ബ്ലോക്ക് ആയി. അതായത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റിൽ തന്നെ ഒരു കൺട്രോളിങ് എന്തെങ്കിലും ഉണ്ടായിരിക്കാം. കാരണം ചാർജർ കണക്ട് ചെയ്തിട്ടുള്ള ഓണാവുന്ന സമയത്ത് പിന്നീട് ഈ ചാർജ് വരുന്നതിനെ കട്ട് ഓഫ് ചെയ്യുന്ന അങ്ങനെ എന്തോ ഉണ്ട്, പിന്നെ ചാർജ് കയറില്ല. എനിക്കങ്ങനെ 3-4 തവണ അബദ്ധം പറ്റിയതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതോ ഇനി എൻ്റെ ചാർജറിൻ്റെ ഇഷ്യൂ ആണോ എന്ന് അറിയില്ല. ഞാൻ ഫേസ് ചെയ്തത് അങ്ങനെയാണ്. അതായത് ചാർജ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഓണാക്കുമ്പോൾ നമ്മൾ ചാർജ് ആയിക്കൊണ്ടേ ഇരിക്കുമെന്ന് വെച്ചാൽ നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കിയിരുന്നാൽ എത്രയിലാണോ നിന്നത് അത്രയിൽ തന്നെ നിൽക്കും സാധനം. അതിൽ നിന്ന് ചില നേരത്താണെങ്കിൽ താഴോട്ട് ഇറങ്ങി പോയെന്നും വരും. അപ്പം ഇത്രയാണ് ഞാൻ ഇതിനകത്ത് നോട്ടീസ് ചെയ്തിട്ടുള്ള. പിന്നെ ഇതിൻ്റെ ടയറിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആൾ ടെറൈൻ ടയർ അല്ല. നമുക്ക് ഇപ്പോൾ ചരലിലായിരുന്നാലും ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് ഇൻ്റർലോക്കിലൊക്കെ നമ്മൾ നോക്കി ഇറങ്ങി അല്ലെങ്കിൽ മഴയത്ത് ഇറങ്ങിയില്ലേ നന്നായിട്ട് സ്ലിപ്പാവും ഇത്. കാരണം ഇതെല്ലാം പോളിഷ് പോലെയാണ് ഇരിക്കുന്നത്, ഇത് ഗ്ലാസ് പോലെയാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് ചെറിയ ഗ്രിപ്പുകൾ. നമുക്ക് ടാർട്ട റോഡിലാണെങ്കിൽ അടിപൊളി സാധനമാണ്. അല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള സർഫസിൽ ചില ഇൻ്റർലോക്കിൽ ഗ്രിപ്പ് കുറഞ്ഞ ഇൻ്റർലോക്കൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളതടുത്ത് നമ്മൾ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ ഇത് സ്കിഡാവും. പിന്നെ ബ്രേക്കിംഗ് ചെയ്യുമ്പോഴും സഡൻ ബ്രേക്കിംഗ് ആണ്. ഈ ടയർ ഇങ്ങനെ ഗ്രിപ്പ് കുറവായതുകൊണ്ട് ഈ കുറച്ച് സ്ലിപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. എനിക്ക് 2-3 തവണ അത് പറ്റിയിട്ടുണ്ട്. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാരണം ഇത് ഇത് ഒഴുകിയാണ് പോകുന്നത്. സ്പീഡെന്ന് പറയാൻ പറ്റില്ല, ഇത് ഒഴുകിയാണ് പോകുന്നത്. നമ്മൾ ചെറിയൊരു ത്രോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ പെട്രോൾ വണ്ടി പോലെയല്ല, ഇത് നന്നായിട്ട് ഒഴുകിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പിടിക്കുമ്പോൾ തറ സ്മൂത്തായിട്ടുള്ള സ്ഥലമാണെങ്കിൽ അല്ലോ ചരല നീ ജസ്റ്റ് ഒന്ന് മതി ഇത് ബാക്ക് കൊണ്ട് ചുറ്റും. ഇത് കാരണം ടയർ ഈ ബ്രേക്ക് പിടിക്കുന്നതിനനുസരിച്ചുള്ള ഗ്രിപ്പിങ് ഈ ടയർ തരൂല, ടയർ സ്കിപ്പാവും. അത് ശ്രദ്ധിക്കണം. പിന്നെ മഴ സമയത്ത് അങ്ങനെ വലിയ ചെളി തെറിക്കലോ അങ്ങനെയുള്ളതൊന്നുമില്ല. അതിനി ബാക്കിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരെ ഭാഗത്ത് തെറിക്കുമെന്നെങ്കിലേ ഉള്ളൂ, അല്ലാത്ത വേറെ വലിയ ഇഷ്യൂസൊന്നുമില്ല. ഈ ഇവിടെയൊക്കെ വരുന്ന ചെളി ഞാൻ ഡെയിലി കഴുകാം. മഴയുണ്ടെങ്കിൽ ഡെയിലി കഴുകാറുണ്ട്. അല്ലെങ്കിൽ ഈ ബെൽറ്റിൻ്റെ ഇടയിൽ ചെളി ഉരുങ്ങിയിരുന്ന് അതിന് വേറൊരു സൗണ്ട് തന്നെ കേൾക്കും. കാരണം ഭയങ്കര സ്റ്റിഫായി നമ്മളെ മറ്റേ മണ്ണിരിക്കുമ്പോൾ ഉള്ള നമ്മളെ ചെയിന് പോലെ അല്ല ഈ ബെൽറ്റ്. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്ത് യൂസ് ചെയ്താൽ മാത്രം മതി. ഇത്രയൊക്കെയാണ് ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂസ്. വണ്ടി എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആൾറെഡി നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ഈ വണ്ടിയെ പറ്റി കുറ്റം പറഞ്ഞതോ അങ്ങനെയൊന്നും അല്ല. കാരണം ജെന്യൂനായിട്ടുള്ള ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് എടുക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം ഇതിൻ്റെ ഹൈറ്റ് ആയിരുന്നാലും ഓട്ടിക്കാനൊക്കെ സ്മൂത്താണ്. ഇപ്പോൾ ഒരു കുഞ്ഞു ഫാമിലിക്ക് ഇത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് സിറ്റിയിലോട്ട് പോയിട്ട് വരുമ്പോഴായിരുന്നാലും ഒരു 20% കുറയുള്ളൂ. ഒരു 20 കിലോമീറ്ററൊക്കെ ഡെയിലി പോകുന്നവർക്ക് വൺ വേ 20 കിലോമീറ്റർ 40 കിലോമീറ്റർ സുഖമായിട്ട് ഈ വണ്ടിയിൽ പോയിട്ട് വരാം. പിറ്റേന്നും പോകാനുള്ളതുണ്ട്. അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ബെസ്റ്റ് വണ്ടിയാണ്. പക്ഷേ എന്തായിരുന്നാലും നിങ്ങൾ സർവീസ് ഇപ്പം ഏത് വണ്ടി എടുത്തിരുന്നാലും സർവീസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ശോകം തന്നെയാണ്. അത് ഭാവിയിൽ ഡെവലപ്പായി വരുമായിരിക്കും. പക്ഷേ വണ്ടിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ടെക്നോളജി നേരത്തെ വന്നില്ലല്ലോ എന്നുള്ളൊരു ഇതാണ്. കാരണം അത്രയ്ക്ക് യൂസ്ഫുള്ളാണ് ഈ ഇലക്ട്രിക് വണ്ടി എന്ന് പറയുന്നത്. KSEB എത്ര എമൗണ്ട് കൂട്ടിയിരുന്നാലും നമുക്ക് ഇത് എടുക്കുന്ന കറണ്ട് വളരെ കുറവാണ്. നമ്മളെ ഫോൺ ചാർജ് ചെയ്യുന്ന അതേപോലെയാണ്. കാരണം ഇപ്പോൾ ഒരു 10% കുറഞ്ഞിട്ടുണ്ടെങ്കിൽ 10% കറണ്ട് മാത്രമേ അത് എടുക്കുകയുള്ളൂ. അതിപ്പോൾ എവിടെയായിരുന്നാലും ഇപ്പോൾ പിന്നെ ചാർജിങ് പോയിന്റ് എല്ലായിടവും ഉണ്ട്. ഞാൻ പുറത്ത് ഇതുവരെ ചാർജ് ചെയ്യേണ്ടി എനിക്ക് വന്നിട്ടില്ല. അല്ലാതെ തന്നെ എല്ലായിടവും കാരണം ഇതേപോലെ വണ്ടി എടുത്തവരെല്ലാം ചാർജിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് KSEB ആയിട്ട് കയ്യൊപ്പോട് കൂടി ചാർജേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ ചാർജർ ഇതിനകത്ത് വെച്ചിരിക്കണമെന്നേ ഉള്ളൂ. കുറച്ച് സമയം കൂടുതൽ എടുക്കുമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഫുള്ളായിട്ട് ഇറങ്ങിപ്പോയി ഇട്ടാണ് ചാർജ് ചെയ്യണമെങ്കിൽ നമ്മളൊരു 5 മണിക്കൂറൊക്കെ നമ്മൾ കുത്തിയിരിക്കേണ്ടി വരും. അതൊഴികെ ബാക്കി ഇത് വർത്തായ ഒരു വണ്ടിയാണ്. ഇത് ബാക്കി വേറെ ഇഷ്യൂസൊന്നുമില്ല. നമ്മളെ ഇതിൻ്റെ ഹെഡ്ലൈറ്റില്ല നല്ല വെളിച്ചമാണ്. എനിക്കിതുവരെ ഹൈ ബീം ഇടേണ്ടി വന്നിട്ടില്ല. വളരെ കുറച്ച് മാത്രമേ ഹൈ ബീം ഇടേണ്ടി വന്നിട്ടുള്ളൂ. DRL തന്നെയാണ്. DRL ലോ ബീമും സൈഡിലുള്ള ഒരു ലൈറ്റും ഉണ്ട്. അതിൽ തന്നെയാണ് ഞാൻ ഫുൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഹൈ ബീം ഇടേണ്ടി വന്നിട്ടില്ല. അല്ലാണ്ട് തന്നെ നല്ല വെളിച്ചമാണ് ആവശ്യത്തിന്. ഞാൻ റൂറൽ ഏരിയയാണ്. റൂറൽ ഏരിയയിലെ റോഡുകൾക്ക് ഇതെനിക്ക് ബെസ്റ്റായിട്ട് തോന്നി. സാധാരണ ഹൈ ബീം ഇടുമ്പോൾ മാത്രമാണ് ഈ റൂറൽ ഏരിയയിൽ കുറച്ച് വിസിബിലിറ്റി ഉള്ളത്. പക്ഷേ ഇത് നോർമൽ ലൈറ്റിൽ തന്നെ വിസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഹൈവേയിൽ പോകുമ്പോൾ ഹൈ ബീം ഇട്ടേ പറ്റുള്ളൂ, അല്ലാതെ ഇത് സ്പ്രെഡായാണ് നിൽക്കുന്നത്. അപ്പോഴും മാത്രമേ എനിക്ക് ഹൈ ബീമൊക്കെ ഇടേണ്ടി വന്നിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് സ്മൂത്തായിട്ട് പോകാവുന്നേ ഉള്ളൂ. പിന്നെ കാറ്റത്ത് ഷിവറിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല.
സ്മൂത്തായിട്ട് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. വേറെ പ്രത്യേകിച്ച് ഇതേപ്പറ്റി പറയാനില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട്. അതല്ല തീർന്നില്ലേ ഞാൻ അടുത്തൊരു വീഡിയോ ഇടാം. എന്തെങ്കിലും ഞാൻ ഫേസ് ചെയ്തത് ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഈ സർവീസ് ചെയ്തിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു കാര്യം എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. എമൗണ്ട് 800 സംതിങ് രൂപ ഞാൻ സർവീസ് സെൻറ്ററിൽ കൊടുത്തു. പക്ഷേ അവർ ഈ ബില്ലോ കാര്യങ്ങളോ ഒന്നും തരില്ല. അവർ ഫോൺ വഴി ആരോ വിളിച്ച് പറഞ്ഞ് അവർ എമൗണ്ട് പറയും. ആ എമൗണ്ട് നമ്മൾ പേ ചെയ്യുക, ഗൂഗിൾ പേ ചെയ്യുക. എന്നിട്ട് അവരൊരു മൊബൈൽ നമ്പർ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്, അതിലോട്ട് സ്ക്രീൻഷോട്ട് അയക്കുകയാണ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഫേസ് ചെയ്തത്. ബാക്കിയുള്ളവർക്ക് ഇനി ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കും, പക്ഷേ ഞാൻ അനുഭവിച്ചത് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നമുക്ക് തുറന്നുള്ള വീഡിയോയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലോ ചോദിച്ചാൽ മതി. ഞാൻ മാക്സിമം റിപ്ലൈ തരുന്നുണ്ട്.